ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ ജലീൽ പുനലൂർ പറഞ്ഞ കാര്യത്തിന് അങ്ങേക്ക് മറുപടി നൽകാം. കാരണം ഇടതുപക്ഷത്തിന്റെ നയം അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നാഷണൽ ലീഗ് പോലെയുള്ള മുസ്ലിം സംഘടനകളുടെ നയമെന്ന് പറയുന്നത് ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന പ്രകോപനമാണ്. മറുഭാഗത്ത് ഇസ്ലാമിക ഭീകരത ഉണ്ടെങ്കിൽ, അതുണ്ടെന്ന് ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം ഹൈന്ദവ സംഘടനകളുടെ ചില പ്രവർത്തനങ്ങളാണ് എന്ന വാദത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഞാൻ ജലീൽ പുനലൂരിനോട് ചോദിച്ച അതേ ചോദ്യം അങ്ങയോടും ചോദിക്കുന്നു. അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇസ്ലാമിക ഭീകരവാദം എന്ന പദം ഉപയോഗിക്കാൻ ഇപ്പോഴും CPM-നോ ഇടത് പാർട്ടികൾക്കോ ചങ്കുറ്റമില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല. അവരുടെ പ്രസ്താവനകളിലൊന്നും തന്നെ അത്തരം ഒരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങേക്ക് മറുപടി പറയാം. എനിക്ക് പല കാര്യങ്ങൾക്കും മറുപടി പറയാനുണ്ട്. ജലീൽ പുനലൂരിന് ആദ്യം പറയാം. ജലീൽ പുനലൂർ പറഞ്ഞത് RSSഉം സംഘപരിവാറും ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദം ഉണ്ടാവുന്നത്. എന്റെ ചോദ്യം, ലോകം കണ്ട ഏറ്റവും വേൾഡ്സ് മോസ്റ്റ് ഹൈലി റാങ്ക്ഡ് കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ക്രൈസിസ്, അതുപോലെ വേൾഡ്സ് ലാർജസ്റ്റ് ഹങ്കർ ക്രൈസിസ്, ഇങ്ങനെ ലോകത്തെ ഏറ്റവും ഭീകരമായ 2023 ഏപ്രിൽ 15 തുടങ്ങി നാളിന്ന് വരെ സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലുന്നത് RSS ആണോ? സുഡാനിലെ മുസ്ലിങ്ങളെയാണ് അമ്മയും കുഞ്ഞിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. അമ്മയുടെ മുമ്പ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നു. അപ്പൊ അവള് കരഞ്ഞു വിളിക്കുന്ന കൊല്ലല്ലേ, അടുത്ത കുഞ്ഞിനെ. എല്ലാം മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന്റെ ഇവർ പറയുന്ന വലിയ സൃഷ്ടികളാണ്. ആരാ കൊല്ലുന്നത്? അവിടുത്തെ SAF-ഉം അവിടുത്തെ RSF-ഉം. RSS അല്ല, RSF. ഇതാരാണ്? ബഷീറിന്റെ ഭരണകാലത്ത് ഉദിച്ചു വന്ന ഇസ്ലാമിക് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. UAE ആണ് അവർക്കുള്ള ആംസ് ആൻഡ് ആമ്യുനിഷൻ കൊടുക്കുന്നത്. ആരെ കൊല്ലാൻ? RSS കൊല്ലാനാണോ? അല്ല, മുസ്ലിങ്ങളെ കൊല്ലാൻ. പട്ടിണി പാവങ്ങളായ മണ്ണ് തിന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പണം ചെലവഴിക്കുന്നതിനെ പറ്റി ഈ ജലീലിനോ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ തലതൊട്ടപ്പന്മാർക്കോ വല്ലതും പറയാൻ പറ്റുമോ? നാളിന്ന് വരെ ഇവരാരെങ്കിലും സേവ് ഗാസ എന്നതുപോലെ സേവ് സുഡാൻ എന്നൊരു പോസ്റ്റ് ഇട്ട് ഒരൊറ്റ മുസ്ലിമിനെ ഈ രാജ്യത്ത് കാണിച്ചു തരാമെങ്കിൽ ഞാൻ തലമുടി പകുതി പഠിച്ചിട്ട് നിങ്ങൾ അടിമയായിട്ട് കിടക്കാം. അതാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ. അവർ ഒരിക്കലും വിട്ടുപറയില്ല. അതിന്റെ പേര് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക ഭാഷയിൽ തന്നെ ഉണ്ട്, തക്കിയ. തക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം ആസൂത്രണം ചെയ്ത ആക്രമണത്തെ ഇസ്ലാമിൽ ഒരുത്തനും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവും അവന്റെ റസൂലും ഏതെങ്കിലും ഒരു കാര്യം തീർപ്പാക്കിയാൽ അതിനെതിരെ ഒരു വിശ്വാസിയും ഒന്നും പറയാൻ പാടുള്ളതല്ല. നരകവാസമാണ് അതിന്റെ ഫലം. ഇതറിയാവുന്ന ഇവർ നാളെ ഇപ്പോൾ എന്നെയോ ഗൗതമനെയോ ഇപ്പോൾ ഇവിടുന്ന് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിച്ച അദ്ദേഹമോ എന്തെങ്കിലും ഇസ്ലാമിന്റെ കൊലക്കത്തിക്ക് ഇരയാവാനുള്ള ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഉറ്റ സുഹൃത്ത് പോലും അയാളോട് മാറി നിൽക്കാൻ പറയില്ല. കാരണം അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. കൊല്ലാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചു പിടിക്കണം, കള്ളം പറയണം. അത് തക്കിയാണ്. എന്തിനു വേണ്ടി? ദീനിനു വേണ്ടിയുള്ള കള്ളം. അപ്പൊ ദീനിനു വേണ്ടിയുള്ള കള്ളം പറയാൻ ചെറുപ്പത്തിലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവർ എന്തുകൊണ്ട് സേഫ് സുഡാൻ എന്നൊരു ക്യാമ്പയിൻ ഇന്ത്യയിൽ നടത്തുന്നില്ല? ലോകത്ത് 4 ലക്ഷം മുസ്ലിങ്ങളെ കൊന്ന, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്ന ഭീകരാക്രമണമാണ് സുഡാനിൽ നടന്നത്. 4 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നത്. ഒരു മുസ്ലിമരുടെ ഷെയ്വ് ഗാസ പറയണ്ടല്ലോ. ഇതാണ് ഇവരുടെ തന്ത്രം, കുതന്ത്രം. ഇവർ കൊന്നാൽ അത് വിശുദ്ധ കൊലപാതകം, അല്ലെങ്കിൽ അവർക്കെതിരുള്ള ആക്രമണം, ഇരവാദം, പ്രശ്നങ്ങൾ, ഗാസ, ഷെയ്വ് ഗാസ. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത്രയും ക്രൂരന്മാരോട് സംസാരിക്കാൻ തന്നെ ഭയമാവുകയാണ്. ഇപ്പോ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിശ്വസിച്ചത്? ആരോഗ്യ പരിപാലകരാണ്, ദൈവത്തിന്റെ മാലാഖമാരാണ്. ഡോക്ടർമാരുടെ ജിഹാദി ഫോഴ്സ് നിലവിലുണ്ട് ഇന്ത്യയിൽ. ഇത് പുറത്തു വരുന്നതിൽ അസ്വസ്ഥയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണവും ഉള്ളത് കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ കണ്ട സന്യാസിമാരെയൊക്കെ പിടിച്ച് ഇടിച്ച് പിഴിയാവുന്നേ ഉള്ളൂ. നേരത്തെ അസീമാനന്ദയൊക്കെ പറഞ്ഞില്ലേ? ഇവരെല്ലാം രാജ്യത്തിന്റെ പരമോന്നത കോടതി വെറുതെ വിട്ടിട്ട് പോലും ഇപ്പോഴും കോൺഗ്രസും ലീഗും ഈ പറഞ്ഞ INL-ഉം CPM-ഉം കള്ളങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ നേരത്തെ ശബരിമലയിൽ ഒരു വിധി വന്നപ്പോൾ ഇവർ പറഞ്ഞല്ലോ, കോടതി വിധിയല്ലേ, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ നിങ്ങൾ ഈ പറഞ്ഞ മലേഗാവിന്റെയും സംശോധനയുടെയും മറ്റും എല്ലാം ആസൂത്രകർ നിരപരാധികളാണ് നിങ്ങൾ പിടിച്ചവരെന്ന് ഇതേ കോടതിയല്ലേ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് ഉളുപ്പും മാന്യതയും ഇല്ലേ തിരുത്തി പറയാൻ? പോട്ടെ, മൻമോഹൻ സിംഗ് എന്റെ അഭിപ്രായത്തിൽ ആദ്യം ഒരു കളിപ്പാവ മാത്രമായിരുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ കളിപ്പാവയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അനുഭവവും എന്റെ അറിവും അതാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യ അല്ല ഇത്. ഒരടിക്ക് 10 ഇരട്ടിയായി 100 ഇരട്ടിയായി തിരിച്ചടി കൊടുക്കുന്ന ഇന്ത്യയാണെന്നുള്ളതാണ് എനിക്ക് ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ അഭിമാനം. 2, ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹിന്ദുത്വ ഭീകരവാദം എന്ന പദം അദ്ദേഹം ഇന്റർനാഷണൽ മീഡിയയിൽ പറഞ്ഞു.
എന്തടിസ്ഥാനത്തിലാണ്, എന്തിന്റെ പേരിലാണ് ഹിന്ദുക്കളെ ഭീകരവാദികളെ കണ്ടിരിക്കുന്നത്? ഒന്ന്. രണ്ട്, ഇതേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അല്ലേ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്തിൽ ആദ്യത്തെ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞത് ആരാണ്? ഇതേ മൻമോഹൻ സിംഗ് ആണ്. അപ്പോഴാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവനായ ഹിന്ദുവിന് സ്വത്വബോധം ഉണരുകയും അവൻ തിരിച്ചു വോട്ട് ചെയ്ത് കോൺഗ്രസിനെ എക്കാലത്തേക്കും ശവപ്പെട്ടിയിലാക്കിയതും. ആ ചരിത്രം ഒന്നും മറക്കണ്ട. ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താണ് ഇവരൊക്കെ ഇന്ത്യൻ മുജാഹിദിനെ ആരുണ്ടാക്കിയെന്ന് അറിയാമെന്ന് ജലീൽ പുനലൂർ അറിയാമെന്ന് പറഞ്ഞു. ജലീൽ പുനലൂർ നാളെ തന്നെ NIA ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന വിവരങ്ങൾ NIAക്ക് കൊടുക്കാൻ പറയണം. ഇന്ത്യൻ മുജാഹിദിനെ ഉണ്ടാക്കിയത് RSS ആണോ, അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദിനോ മറ്റു പ്രസ്ഥാനങ്ങളും സംഘപരിവാറിന്റെ സൃഷ്ടിയാണെന്നാണല്ലോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എങ്കിൽ അദ്ദേഹം ആ തെളിവ് NIAക്ക് കൊടുക്കണം. ഇവര് തന്നെയാ പറഞ്ഞത്. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, WTC അറ്റാക്ക് ചെയ്ത അൽഖ്വയ്ദയുടെ ആൾക്കാർ ഇടിച്ച് തകർത്ത് ആയിരക്കണക്കിന് പേരെ കൊന്നപ്പോ ഇവര് നാട്ടിൽ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ പ്രചരിപ്പിച്ചത് ഇത് ജൂതന്മാർ ചെയ്തതാണെന്നാണ്. പിന്നീട് തെളിവ് വന്നപ്പോൾ ഇവർക്കൊന്നും മിണ്ടാനില്ല. ഈ തക്കിയ, ഈ കള്ളം പറച്ചിൽ, അവനവന്റെ ഭീകരാക്രമങ്ങളെ മറച്ചു പിടിക്കാനും വെള്ളപൂശാനുള്ള കള്ളം പറച്ചിൽ പറയുന്ന ഓരോരുത്തരും പേടിയോടെ കാണണം. ബിക്കോസ് ദേ ആർ ഓൾ പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് who can prepare and plan blasts in busy streets. തിരക്കുള്ള നഗരങ്ങളിൽ വീഥികളിൽ പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ചാവേറുകളാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം.